സംസ്ഥാനത്ത് ഹൈവേ വികസന പദ്ധതികൾ നടക്കുകയാണ്. റോഡ് നന്നാവുമ്പോൾ കീസയും യാത്രക്കാർ നിറയ്ക്കേണ്ടി വരും. അതിൻ്റെ ഉദാഹരണമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണിത്. 22 കിലോമീറ്റർ ദൂരത്തിനിടെ 2 ടോൾ പ്ലാസകൾ. കാസർഗോഡ് ആരിക്കാടിയിലെ ടോൾ ഗേറ്റിനെതിരായ ഹർജിയിൽ വിധി വരും മുമ്പേ നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രതിഷേധം കനപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. തലപ്പാടിയിലാണ് നിലവിൽ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ആരിക്കാടിയിലെ ഈ ടോൾ പ്ലാസയിലേക്ക് വെറും 22 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇത്രയും ദൂരത്തിനകത്ത് 2 ടോൾ പ്ലാസകൾ പാടില്ല എന്ന നിയമമുള്ളപ്പോഴാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയത്. ആരിക്കാടിയിലെ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിൽ അന്തിമവിധി വന്നിട്ടില്ല. ഇതിനു മുമ്പെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയത്. ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീണ്ടുനിന്ന പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇത് മറികടന്ന് പോലീസ് സംരക്ഷണത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓരോ വശത്തേക്കും 3 ലൈനുകളായി വാഹനങ്ങൾ കടന്നുപോകാൻ സൗകര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ദേശീയപാത അതോറിറ്റി ചുങ്കം പിരിച്ചു തുടങ്ങും. എന്നാൽ കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്. അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുന്നവർക്ക് ടോളായി വൻ തുക നൽകേണ്ടി വരും. കിലോമീറ്ററിനകത്ത് നിയമപരമായി ഒരു ടോൾ ബൂത്ത് സ്ഥാപിക്കണമെങ്കിൽ അതിന് പ്രത്യേക കാരണം പറയണം. അങ്ങനെ പറയത്തക്ക കാരണം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ദേശീയപാത അതോറിറ്റി ജനങ്ങളെ വെല്ലുവിളിക്കുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദേശീയപാത പറയുന്നത് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായി വിധിയുണ്ട് എന്നാണ്. അതാണ് നിയമസഭയിൽ ഉൾപ്പെടെ അവർ എഴുതി കൊടുത്ത കാര്യം മന്ത്രി വായിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവ് അവർക്കില്ല. 22 കിലോമീറ്ററിൽ 2 ടോൾ കൊടുത്തിട്ട് പോകുന്ന ടാക്സിക്കായാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെ വീടായാലും ഒരു 5 കിലോമീറ്ററിന്റെ ദൂരത്തിലാണ് ഉള്ളത്. കാരണം എല്ലാവരും നമ്മൾ എതിർപ്പായിട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടായ കാര്യം ടൗണിലേക്ക് വരുമ്പോഴേക്കും എല്ലാ വണ്ടിക്കും ഈ ടോൾ കൊടുത്തിട്ട് 200 രൂപ കൊടുത്തിട്ട് നമുക്ക് വന്ന് ഈ കുമ്പള ടൗണിലേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ട കാര്യം. ദേശീയപാത തലപ്പാടി ചെർക്കള 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെയാണ് ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ നടപടി തുടങ്ങിയത്. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിക്കുകയായിരുന്നു. ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ദേശീയപാത 2ാം റീച്ചിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്ന് ചുങ്കം പിരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നീക്കം. ഇത് മഞ്ചേശ്വരം, മംഗൽപാടി, കുമ്പള, മുഗ്രാൽപുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ നിരവധി വാഹന ഉടമകൾക്ക് ദുരിതമാകും. മംഗലാപുരത്ത് പോകുന്നവർക്കും അവിടെ നിന്ന് വരുന്നവർക്കും ഇരട്ടി ടോളാണ് നൽകേണ്ടി വരിക. വൈകാതെ ടോൾ പിരിക്കാനുള്ള നീക്കത്തിലാണ് ദേശീയപാത അതോറിറ്റി. എന്നാൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും തീരുമാനം. കാസർഗോഡ് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.